നമ്മൾ അച്ചാർ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എണ്ണ നല്ല ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് നല്ലൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 20 അല്ലി വെളുത്തുള്ളി നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്, അതിട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ വറമുളകും അതേപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും വറമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെ കളറൊക്കെ നല്ല ചേഞ്ച് ആയി വരണം. വെളുത്തുള്ളിയുടെ കളർ നല്ല ഒന്ന് മൂത്ത് വരണം. ആ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയതിനു ശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ശക്തിയുടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല കളറും ഉണ്ടാവും, അതേപോലെ തന്നെ നല്ല എരിവും ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി നല്ലോണം മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് സ്റ്റൗ ഓഫാക്കി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ എണ്ണയുടെ ചൂടുകൊണ്ട് തന്നെ നമ്മുടെ മുളക് പൊടിയൊക്കെ നല്ല രീതിയിലൊന്ന് ഇതായി കിട്ടും. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ ശക്തിയുടെ ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ കളറും ഉണ്ടാവും, അതേപോലെ എരിവും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൗഡർ തന്നെ എടുത്തത്. നിങ്ങൾ വീട്ടിൽ പൊടിക്കുന്ന പൊടിയാണെങ്കിൽ അത് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉലുവ പൊടിയാണ്. ഉലുവ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുള്ള ഇതാണ്. 1 ടേബിൾ സ്പൂൺ ഉണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് മെല്ലെ ഓൺ ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു 1/4 കപ്പ് വിനീഗറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വിനീഗർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് 2 മിനിറ്റ് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അതേപോലെ തിളച്ച് നമ്മുടെ ഇതൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ അതേ രീതിയിൽ നമുക്ക് ഒന്ന് നല്ലതൊന്ന് തിളച്ച എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്.